എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NIOS വിദ്യാർത്ഥികളെ, 2022 ഒക്ടോബറിൽ നിങ്ങളുടെ എക്സാം ആരംഭിക്കുകയാണ്. അപ്പോൾ ഒക്ടോബറിൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണിത്. ഒരു 3 മിനിറ്റ് നിങ്ങൾ എന്നെ കേൾക്കാൻ തയ്യാറാവുക. ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ആഴ്ച നിങ്ങൾക്കുള്ള എക്സാം ആരംഭിക്കുവാനാണ് സാധ്യത. നമ്മുടെ ചാനലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എനിക്കറിയാം, പേഴ്സണലി എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് ക്ലാസ്സുകൾക്ക് നമ്മളെ മാത്രം ആശ്രയിക്കുന്നവരുണ്ട്. അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ ചേർന്ന് പഠിക്കുന്നവരായിക്കോട്ടെ, സ്വന്തമായിട്ട് പഠിക്കുന്നവരാരായാലും നമുക്ക് ഒക്ടോബറിലെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്ത് ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്ജക്റ്റ് ക്ലാസ്സുകൾക്ക് നമ്മുടെ ചാനലിനെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന്. മറ്റ് സ്ഥാപനങ്ങളിൽ പോകുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ക്ലാസ്സുകൾ ലഭിക്കുന്നവരായാലും ഒരിടത്തു നിന്ന് ക്ലാസ് ലഭിക്കാത്തവരായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്കറിയാം, നിങ്ങൾ എന്നിൽ അർപ്പിച്ചിട്ടുള്ളൊരു വിശ്വാസം അതെനിക്കറിയാം. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്കായി നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയാണ്. ഇനി നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട്, ഇപ്പോൾ ഹിസ്റ്ററി ആയാലും 7-8 ചാപ്റ്ററേ ആയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഒക്ടോബറിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ സോഷ്യോളജി, പൊളിറ്റിക്സ്, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും 15 ചാപ്റ്ററിനുള്ളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി, അല്ലേ? അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. പക്ഷേ ഒരു കാര്യം, പഠിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾക്ക് എത്ര തവണ വേണോ പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും ഞാൻ തയ്യാറാണ്. പാസ് മാർക്ക് മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു 70% മുകളിൽ നിങ്ങളെക്കൊണ്ട് മാർക്ക് വാങ്ങിപ്പിക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ കൂടി പഠിക്കാൻ തയ്യാറാവുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2022 നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ എക്സാമിനുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കഴിയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ചാപ്റ്ററുകൾ പ്രയാസമായിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ, ടീച്ചറെ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതും നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഒക്ടോബർ ബാച്ചിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാവുക. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കുക. നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ക്ലാസ്സുകളാണ്, അപ്പം നിങ്ങളുടെ കൂട്ടുകാർ, ഒരുപാട് കുട്ടികൾ ഇതുപോലെ ക്ലാസ്സുകൾ ലഭ്യമാകാതെ ഉള്ളവരിലേക്ക് കൂടി നമ്മുടെ ചാനൽ എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. താങ്ക്